നമസ്കാരം. സീരിയൽ ലോകം മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത രണ്ട് പേരാണ് ശാലു മേനോനും സജി ജി നായരും. ഇരുവരും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായിരുന്നു. പ്രണയത്തിനൊടുവിൽ വിവാഹം ചെയ്ത ഇരുവരും എന്നാൽ പിന്നീട് വേർപിരിയുകയായിരുന്നു. ഇപ്പോഴിതാ പങ്കാളി ശാലുവിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് പങ്കാളി സജി ജി നായർ. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വേർപിരിയലിനെ കുറിച്ചും സജി പറഞ്ഞത് ഒരു കാലത്ത് ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്റെ പങ്കാളിയുടെ കൂടെയുള്ള ജീവിതത്തിനായിരുന്നു. എന്റെ പാർട്ട്ണർക്ക് വേണ്ടിയാണ് ഫീൽഡും എന്റെ നാടും വീടുമൊക്കെ വിട്ട് വന്നത്. കാരണം അവരുടെ കാര്യം മാത്രം നോക്കണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ ഞാനത് ശരിവെക്കുകയായിരുന്നു. പക്ഷേ അതിന്റെ ഫലം ഭീകരമായിരുന്നു. കേൾക്കാൻ പാടില്ലാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. പലതിനോടും ഞാൻ പ്രതികരിക്കാറില്ല. പ്രതികരിച്ചാൽ നമ്മൾ തന്നെ കുറ്റക്കാരനാകും. അതുകൊണ്ട് ഒന്നും മിണ്ടാറില്ല. നല്ലതിനു വേണ്ടിയെന്ന് കരുതി ചെയ്യുന്നതൊക്കെ അവസാനം നമുക്ക് തന്നെ കുഴപ്പമായിട്ടേ വരികയുള്ളൂ. ജീവിതത്തിൽ മുഴുവനും സംഭവിച്ചത് അതൊക്കെയാണ്. നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഏഷ്യാനെറ്റിലെ ആലിലത്താലി എന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നത്. അതിലെ നായകനും വില്ലനും ഞാൻ തന്നെയാണ്. അങ്ങനെ ഡബിൾ ക്യാരക്ടർ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാവുന്നത്. ആ സീരിയൽ ഹിറ്റായിരുന്നു. അത്രയും ടോപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രേമത്തിൽ പെട്ടുപോകുന്നത്. പിന്നീട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കും എത്തി. അയാൾ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് എല്ലാവരും നമ്മളെ തഴയുകയും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. തറവാട് വലുതാണെങ്കിലും ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും വന്നയാളാണ്. അഭിനയമൊന്നും ഇഷ്ടമില്ലാത്തവരാണ് കുടുംബത്തിലൊക്കെ ഉള്ളവർ. അതുകൊണ്ട് മാറ്റി നിർത്തലുകൾ ഉണ്ടായി. എന്റെ ജീവിതത്തിൽ സ്നേഹിച്ചവരാണ് ഏറ്റവും കൂടുതൽ വേദന നൽകിയത്. വീടും നാടും അഭിനയമടക്കം എല്ലാം ആർക്കു വേണ്ടി ഉപേക്ഷിച്ചോ അവരിപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനോടൊന്നും പ്രതികരിക്കാത്തത് ഒരിക്കൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ എന്നോർത്തിട്ടാണ്. സിനിമയിലൊക്കെ കോടതികൾ കണ്ടിട്ടുള്ളൂവെങ്കിലും ജീവിതത്തിലും അങ്ങനെ നടക്കേണ്ടി വന്നു. പലപ്പോഴും കോടതി വിളിക്കുമ്പോൾ അവർ വരില്ല. ഒരു വർഷത്തോളം ഞാൻ കോടതി കയറി ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറയാം. മാത്രമല്ല അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.